بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها. صدق الله العظيم. وقال نبينا محمد صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس. صدق رسوله النبي الأمين صلى الله عليه وسلم. وإن تعدوا نعمة الله لا تحصوها. അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാവുന്നതിലും അപ്പുറമാണ്. നമ്മുടെ വിശ്വാസം, സമ്പത്ത്, കുടുംബം, അധികാരം, നാം ഇടപെടുന്ന സാമൂഹിക സാമ്പത്തിക മേഖലകൾ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ജീവിതത്തിൽ വലിയ അസുഖം ബാധിക്കുകയും ലക്ഷങ്ങളും കോടികളും ചികിത്സാ ചെലവ് വന്ന് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കടക്കാരനായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവിടെയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിൻ്റെയും മാഹാത്മ്യം നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും അതിന് നന്ദി ചെയ്യുകയും ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഓരോരുത്തരും അബ്ദുൻ ശക്കൂർ, നന്ദിയുള്ള അടിമകളായി മാറുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്: വഖലീലും മിൻ ഇബാദിയ ശക്കൂർ. എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ധാരാളം ആളുകൾ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും നന്ദി ചെയ്യുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന് പകരം ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ആലോചിച്ചുകൊണ്ട് വ്യാകുലപ്പെടുകയും ദുനിയാവിനോടുള്ള ആർത്തി കാരണം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളും അങ്ങനെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാൻ നാം തയ്യാറാവണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് അദ്ദുനിയാ മസ്റഅത്തുൽ മുഅ്മിൻ, ഈ ഇഹലോകം ഒരു വിശ്വാസിക്ക് കൃഷിയിടമാണ്. ആഖിറത്തിന് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വാലിഹായ മുഅ്മിനായി എഴുന്നേറ്റ് നിൽക്കാനും ധാരാളം നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാനുമുള്ള ഒരു കൃഷിയിടമാണ് ദുനിയാവ്. അപ്പോൾ അവന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ ദുനിയാവിൽ നന്മയാകുന്ന കൃഷി ചെയ്യാൻ അവൻ ഉപയോഗിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന് അനുഗ്രഹം ലഭിച്ചാൽ അവൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന്, ആ അനുഗ്രഹം തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ആ അനുഗ്രഹം കൊണ്ട് അഹങ്കരിച്ച് നടക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ അനുഗ്രഹം നൽകിയത് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുകയും ആ അനുഗ്രഹങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്ത് അഭിമാനമുള്ള വിശ്വാസിയായി ജീവിക്കാം. അനുഗ്രഹം ലഭിച്ചാൽ ഈ രണ്ട് മാർഗങ്ങൾക്ക് മുമ്പിൽ വിശ്വാസി നിൽക്കും.
ഏത് തിരഞ്ഞെടുക്കണമെന്നത് നമ്മുടെ തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനത്തിൻ്റെ പ്രതിഫലം നൽകുന്നത് അള്ളാഹു ആയിരിക്കും. നന്ദിയുള്ളവർക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ഉപകാരം നൽകും. എന്നാൽ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ലോകത്ത് അനേകായിരം അനുഗ്രഹങ്ങൾ ലഭിച്ച് കൈക്കുമ്പിളിൽ അള്ളാഹു എല്ലാം വെച്ചുകൊടുത്ത് അള്ളാഹുവിനനുസരിക്കാനും അവന് വേണ്ടി സൽക്കർമ്മം ചെയ്യാനുമുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ ഹതഭാഗ്യവാന്മാരായി പോയ ഒരുപാട് ആളുകളുടെ ചരിത്രം വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫിർഔൻ അധികാരമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, എല്ലാ അനുഗ്രഹവും ദുനിയാവിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാഹചര്യവും അള്ളാഹു കൈക്കുമ്പിളിൽ കൊടുത്തു. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഫിർഔനോട് പ്രബോധനം നടത്തി, ഫിർഔൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വാ, തിന്മ ചെയ്യല്ലേ, നിനക്ക് അള്ളാഹു തന്ന അധികാരവും സമ്പത്തും പദവിയും ആരോഗ്യവും ആൾബലവും സൈന്യവും ലോകത്ത് നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് ഫിർഔൻ, നന്മയിലേക്ക് വാ. ഇത് പറഞ്ഞപ്പോൾ ഫിർഔൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, മൂസ, ഏതാണ് നിന്റെ റബ്ബ്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ അള്ളാഹു, ഞാനാണ് ഏറ്റവും വലിയ ദൈവം. നീ വേണമെങ്കിൽ എന്നെ ആരാധിക്കും, നിനക്ക് ഞാൻ സമ്പത്ത് തരാം, നിനക്ക് ഞാൻ അധികാരം തരാം, എല്ലാം ഓഫർ ചെയ്യാം, നീ എന്നെ ആരാധിക്ക്, ഞാനാണ് അള്ളാഹു. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അള്ളാഹു ഏറ്റവും അധികം നന്നാവാൻ അവസരം കൊടുത്ത സമൂഹം ബനൂ ഇസ്രായേലാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുത്തു, ഒന്നൊന്നുമല്ല, ഒരുപാട് കൊടുത്തു. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. അവർ അനുഗ്രഹം കിട്ടിയപ്പോൾ അഹങ്കാരികളായിട്ട് മാറി. അള്ളാഹു ഫിർഔനെയും കൂട്ടാളികളെയും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അവർ സത്യത്തെ ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. ബനൂ ഇസ്രായേലുകാരെ അള്ളാഹു രക്തം കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളം എടുത്താൽ അത് രക്തമായിട്ട് മാറും. പേന് കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട്. തലയിലുണ്ടാകുന്ന പേൻ, ഭക്ഷണം കഴിക്കുമ്പോൾ ആ പേന് ഭക്ഷണത്തിലേക്ക് വീഴും. വലിയ ശല്യമായിട്ട് പേന് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട് ആ സമൂഹത്തെ. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ആ സമൂഹം കടന്നുപോയി. മൂസാ നബി മാത്രമല്ല, മറ്റു പ്രവാചകന്മാരും ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹത്വം. പിന്നീട് ഫിർഔനെ അള്ളാഹു കടലിൽ മുക്കിക്കൊല്ലുന്ന സമയത്ത് ഫിർഔൻ വിളിച്ചു പറയുന്നുണ്ട്, ആമന്നാ ബിറബ്ബി മൂസ വ ഹാറൂൻ, മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക സ്വഭാവമാണ്. കുടുങ്ങിയെന്നറിഞ്ഞാൽ, അവസാനം എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന് നന്നാവാൻ തോന്നും. പക്ഷേ അള്ളാഹു ജീവിതകാലം മുഴുവൻ അവസരം തരുന്നുണ്ട്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തി ഇനി ജീവിക്കാൻ കഴിയൂല എന്ന് തോന്നുമ്പോൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ തൗബ സ്വീകരിക്കില്ല. അത്രയും കാലം സമയമുണ്ടല്ലോ. നമ്മുടെ ജീവിതവും അങ്ങനെയല്ലേ വിശ്വാസികളെ? അള്ളാഹു എന്തൊക്കെ അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മനസ്സിലാക്കാൻ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവൻ വിജയിച്ചു. അത് മനസ്സിലാക്കാൻ കഴിയാതെ കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്തവരായി, അന്ധരായി അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഖിറം നഷ്ടപ്പെടുത്തിയവരാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ഭൂമിയിൽ നമുക്ക് മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസിക്ക് പാഠമാണ്, പഠിക്കാനുണ്ട്.
നമ്മുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ വില നമുക്കറിയണമെങ്കിൽ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോകണം. അവിടെ അല്ലാഹുവേ ഉസ്താദ് ദുആ ചെയ്യണം, എൻ്റെ അസുഖം മാറാനല്ല, ഞാൻ മരിച്ചു പോവാൻ എന്ന് എന്നോട് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. വേദന സഹിക്കാൻ വയ്യ ഉസ്താദ്, ക്യാൻസർ ബാധിച്ച് വലിയ പ്രയാസത്തിൽ, എനിക്ക് അസുഖം മാറണ്ട, ഞാനൊന്ന് മരിച്ചു കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യും. അവരത് പറയുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്ത വേദന അവരുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചതുകൊണ്ടാണ്. നമ്മൾ മൂത്രമൊഴിക്കാറുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ 2 ദിവസം നമ്മുടെ മൂത്രം, നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായി പുറത്തേക്ക് പോയില്ലെങ്കിൽ ചിന്തിക്കണ്ടേ മുഅ്മിനെ? അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടില്ല എന്ന് പറയല്ലേ? അള്ളാഹു എനിക്കൊന്നും നൽകിയിട്ടില്ല, ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പറയല്ലേ, അനുഗ്രഹത്തെ കണ്ണടച്ചിരുട്ടാക്കല്ലേ. പുറത്തേക്ക് പോയില്ലെങ്കിൽ വയറ് വേദനിക്കാൻ തുടങ്ങും, ശക്തമായ വേദന. മനുഷ്യന്റെ കരുത്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വേദന. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ശസ്ത്രക്രിയയിലൂടെ ആ മൂത്രം പുറത്തെടുക്കേണ്ടി വരും. ഇത്രയും കാലം സുഖമായിട്ട് മൂത്രമൊഴിച്ചില്ലേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അള്ളാഹുവിൻ്റെ നിഅമത്തല്ലേ മുഅ്മിനെ അത്. ഇങ്ങനെ ഓരോ കാര്യവും ചിന്തിച്ചു നോക്കുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല, അള്ളാഹു എനിക്കൊന്നും തന്നിട്ടില്ല എന്ന നമ്മുടെ ആ ഒരു പരാതി അങ്ങ് അവസാനിക്കും. ഇങ്ങനെ പരാതി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ചരിത്രത്തിൽ. ഞങ്ങൾക്ക് അള്ളാഹു എന്താ തന്നത്, ഞങ്ങൾക്ക് എന്താ തന്നത് എന്ന് ചോദിച്ച ഒരുപാട് ആളുകൾ. അവർക്ക് അള്ളാഹു തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവർക്ക് അള്ളാഹു എന്താണ് കൊടുത്തത് എന്ന്. നമ്മൾ ഒരിക്കലും കണ്ണടച്ചിരുട്ടാക്കുന്ന സ്വഭാവം ഒരു വിശ്വാസിക്ക് പാടില്ല. ഒരിക്കലും ആ ഒരു സ്വഭാവം വിശ്വാസിക്ക് ഭൂഷണമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലോക ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ആ അനുഗ്രഹങ്ങളെല്ലാം 2 കൈയും നീട്ടി സ്വീകരിക്കുകയും അവസാനം വമാ റബ്ബുക, ഏത് റബ്ബ്, ഏത് അല്ലാഹു, എന്തനുഗ്രഹം, എന്താണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിക്കുകയും ചെയ്ത വിഭാഗങ്ങളെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമൂദ് ഗോത്രം, ആദ് ഗോത്രം, ഇറം ഗോത്രം, ഇവരൊക്കെ അള്ളാഹു അന്റെ അനുഗ്രഹം 2 കൈയും നീട്ടി വാങ്ങിയവരാണ്. ശക്തരായ ആരോഗ്യം അള്ളാഹു അവർക്ക് കൊടുത്തിരുന്നു, ശക്തമായ ആരോഗ്യം. എന്നിട്ടോ എല്ലാം 2 കൈയും നീട്ടി വാങ്ങിയിട്ട് അവസാനത്തെ ചോദ്യമാണ് വമാ റബ്ബുക, ഏത് റബ്ബ്, ഏത് പടച്ചവൻ, ഏത് അല്ലാഹു, എന്തനുഗ്രഹം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചോദിച്ച ആളുകൾ അവരുടെയൊക്കെ അന്ത്യം എങ്ങനെയായിരുന്നു? കذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية. എല്ലാവരിലേക്കും അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങി. അവരെല്ലാവരും ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് മായ്ക്കപ്പെട്ടു. ഇതാണ് ചരിത്രം. അയിന ഫിർഔൻ, ചോദിക്കണം നമ്മോട്, അയിന ഫിർഔൻ, എന്നേക്കാൾ സമ്പത്തുണ്ടായ ഫിർഔൻ എവിടെ? അയിന ഖാറൂൻ, എവിടെയാ ഖാറൂൻ? എന്നേക്കാൾ അധികാരം ഉണ്ടായിരുന്നല്ലോ, എവിടെ? ചോദിക്കണം മുഅ്മിനെ, സ്വന്തം നഫ്സിനോട് ചോദിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ
തലയങ്ങ് പൊന്തി വരുന്ന സമയത്ത് ആ തലയിൽ ചിന്തിക്കണം, അത് ചിന്തിക്കണം. എവിടെയാണ് അവരൊക്കെ? ഏറ്റവും വലിയ അധ്യാപനം, ഏറ്റവും വലിയ പാഠം നമ്മുടെ അനുഭവങ്ങളാണ്. അതിനപ്പുറത്തേക്കൊരു പ്രസംഗവുമില്ല. നിങ്ങൾ ആ പള്ളിക്കാട്ടിലേക്ക് നോക്കി, നമുക്ക് മുമ്പ് ജീവിച്ചവർ, നമ്മളെക്കാൾ ആരോഗ്യമുണ്ടായിരുന്നവർ, സമ്പത്തുണ്ടായിരുന്നവർ, ആഗ്രഹങ്ങളുണ്ടായിരുന്നവർ എത്ര ആളുകളാണ്. അവർ വെറും ആളുകളല്ല, ഒരുപാട് സ്വപ്നങ്ങളാണ് ആ ഖബറിൽ കിടക്കുന്നത്. നിർവഹിക്കാൻ കഴിയാതെ, ചെയ്യാൻ കഴിയാതെ അസ്തമിച്ചു പോയ ഒരുപാട് സ്വപ്നങ്ങളും കൂടെയാണ് ആ ഖബറിൽ കിടക്കുന്നത്. ആ ഖബർ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, പടച്ചവനെ, എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങൾ എനിക്ക് അഹങ്കരിക്കാനുള്ളതല്ല അല്ലാഹ്. ഈ മണ്ണിൽ ഞാനും കിടക്കാനുള്ളതാണ്, ഈ മണ്ണ് എനിക്കുമുള്ളതാണ്. അതുമാത്രമാണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത്. ഞാൻ മരിച്ചാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടും, അതിൽ നമ്മൾ അഹങ്കരിച്ചോ, കുഴപ്പമില്ല. അതിനപ്പുറം എന്താണ് ഒരു വിശ്വാസിക്ക് അഹങ്കരിക്കാനുള്ളത്? അതിനപ്പുറം എന്താണ് അവരവരുടെ നേട്ടമായിട്ട് പറയാനുള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് നന്മ ചെയ്യുകയും ചെയ്ത് ഈ പള്ളിയിൽ നിന്നും നിങ്ങൾ ആ പള്ളിക്കാട്ടിലേക്ക് പോകണം. എന്നിട്ട് അവിടെ സ്വസ്ഥമായിട്ട് കിടക്കണം. അള്ളാഹു ഖബർ വിശാലമാക്കി തരും, അള്ളാഹു ഖബറിൽ സന്തോഷം തരും. കാരണം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾ നന്മയിൽ ഉപയോഗിച്ചവരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയില്ലാത്ത, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ദുനിയാവ് തന്നെ അവരെ ശപിച്ചു പോകുന്ന രീതിയിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ഓപ്പറേഷന് വേണ്ടി ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ, കാലിൻ്റെ ചെറിയ പ്രശ്നവുമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫാവ് കൊടുക്കട്ടെ, സർജറിയൊക്കെ വിജയമാക്കി നൽകട്ടെ. അതുപോലെ തന്നെ ഒരു വ്യക്തി വളരെ സുഖബാധിതനായി, വളരെ ക്രിറ്റിക്കലായി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫാവ് നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ പ്രയാസത്തിലാണ്. അവർക്കൊക്കെ അല്ലാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.